നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപിക്ക് ഒരു സീറ്റാണ് കേരളത്തിൽ നിന്ന് നേടാൻ സാധിച്ചതെങ്കിലും അതിന്റെ അലയൊലികൾ ഇപ്പോഴും അവസാനിച്ചിട്ടില്ല എന്ന് തന്നെ വേണം പറയാൻ. പല പ്രമുഖ നേതാക്കളടക്കം നരേന്ദ്രമോദി അടക്കമാണ് കേരളത്തിൽ എത്തിയിട്ട് നേതാക്കൾക്ക് വേണ്ടി ഇവിടെ പ്രസംഗിച്ചും അതുപോലെ തന്നെ പ്രചാരണത്തിനെല്ലാം തന്നെ നേതൃത്വം നൽകിയത്. അതിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്ന ഒരു മണ്ഡലമായിരുന്നു തൃശൂർ. അതുപോലെ തന്നെ തൃശൂർ മണ്ഡലത്തിൽ സുരേഷ് ഗോപി വമ്പൻ വിജയം കരസ്ഥമാക്കുകയും ചെയ്തു. ഏതായാലും ഇപ്പോൾ സഹമന്ത്രി ചുമതലയേറ്റതിനു ശേഷം തന്റെ ചുമതലകളെല്ലാം തന്നെ ഓരോന്നോരോന്നായി നടപ്പാക്കുകയാണ് സുരേഷ് ഗോപി. കോവളത്തിന്റെ അടക്കം മുഖച്ഛായ മാറ്റുന്ന പദ്ധതികൾ ഉണ്ടെന്നും അതിന് സംസ്ഥാനം തടസ്സം നിൽക്കാതിരുന്നാൽ മതിയെന്നും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഇപ്പോൾ പറഞ്ഞിരിക്കുകയാണ്. പിന്തുണച്ചില്ലെങ്കിലും വേണ്ട, എതിർവാദങ്ങൾ ഉന്നയിച്ച് പദ്ധതികൾ നശിപ്പിക്കരുതെന്നും അദ്ദേഹം അഭ്യർത്ഥിച്ചിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് സമയത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സുരേഷ് ഗോപിക്ക് വേണ്ടി തൃശ്ശൂരിൽ എത്തിയ സമയത്ത് സ്റ്റേജിൽ വെച്ച് അദ്ദേഹം ആദ്യം കണ്ടപ്പോൾ തോളിൽ തട്ടി പറഞ്ഞ ഒരു കാര്യമുണ്ടായിരുന്നു. അത് അന്ന് മാധ്യമങ്ങളടക്കം വൈറലായിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്താണ് അന്ന് സുരേഷ് ഗോപിയോട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞ കാര്യം എന്നുള്ളത് സുരേഷ് ഗോപി പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. എവിടെയും മാധ്യമങ്ങൾ അത് പിന്നീട് ചോദിച്ചപ്പോഴൊന്നും തന്നെ ആ രഹസ്യം എന്താണെന്നുള്ള കാര്യം സുരേഷ് ഗോപി പറഞ്ഞിരുന്നില്ല. ഇപ്പോൾ വൈലോപ്പിള്ളി സംസ്കൃത ഭവനിൽ തിരുവനന്തപുരം ഫിലിം ഫ്രട്ടേണിറ്റി സംഘടിപ്പിച്ച അനുമോദന സദസ്സിൽ പങ്കെടുത്ത് സംസാരിക്കുമ്പോൾ അദ്ദേഹം ആ കാര്യം വ്യക്തമാക്കിയിരിക്കുകയാണ്. എന്താണ് അന്ന് പറഞ്ഞിട്ടുള്ള രഹസ്യം എന്താണെന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ്. അദ്ദേഹം എന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെയാണ്: കോവളം നമ്മൾ ഉപയോഗിച്ചു കഴിഞ്ഞു, ഇനി ഒന്നുമില്ല തരാനെന്ന് വിചാരിക്കരുത്. ഒന്ന് മിനുക്കിയെടുത്ത് പുതിയ കോവളം എന്ന് പറയാൻ കഴിയുന്ന തരത്തിലേക്ക് മാറ്റുന്ന പദ്ധതിയുണ്ട്. സംസ്ഥാനം ഒന്ന് സഹകരിച്ചാൽ മതി, സഹായിച്ചില്ലെങ്കിൽ പിന്തുണച്ചില്ലെങ്കിലും കുഴപ്പമില്ല. എതിർവാദങ്ങൾ ഉന്നയിച്ച് നശിപ്പിക്കാതിരുന്നാൽ മതി. ഇതൊക്കെ നേരത്തെ തന്നെ ആകാമായിരുന്നു. ആരും മോശക്കാരല്ല, രാഷ്ട്രീയമായിക്കോളും. പക്ഷേ ആ രാഷ്ട്രീയം നേടിത്തരുന്ന സ്ഥാനമാനങ്ങളിൽ ഇരുന്നു കൊണ്ട് രാഷ്ട്രീയവും പ്രത്യയ ശാസ്ത്രവും മാത്രം ചിന്തിക്കാനുള്ള അവകാശം ആർക്കുമില്ല. പെട്രോളിയം ആയാലും ടൂറിസം ആയാലും ജനഹിതപരമായ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുമെന്നാണ് ഞാൻ പഠിച്ചതിൽ നിന്ന് മനസ്സിലാക്കിയത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിലെ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ വാചാലനായി സംസാരിച്ചത് ടൂറിസത്തെ പറ്റിയാണ്. ആ പ്രധാനമന്ത്രിയുടെ കാഴ്ചപ്പാടിൽ നിന്ന് ഞാൻ വഴിതെറ്റു പോകരുതെന്ന പ്രാർത്ഥന മാത്രമാണ് എനിക്കുള്ളത്. ആലത്തൂരിൽ പ്രധാനമന്ത്രി പ്രചാരണത്തിൽ എത്തിയപ്പോൾ എന്റെ തോളത്ത് തട്ടി സംസാരിച്ചിരുന്നു. എല്ലാവരും എന്താണ് പറഞ്ഞതെന്ന് ചോദിച്ചു. പക്ഷേ ആ സമയത്ത് അത് പറയാൻ എനിക്ക് അനുവാദം ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ പറയാം, നിങ്ങൾ പാർലമെന്റിലേക്ക് വരാൻ പോകുന്നു, എനിക്ക് ഉറപ്പാണ് നിങ്ങൾ വരും എന്നാണ് പ്രധാനമന്ത്രി എന്നോട് പറഞ്ഞത്. മലയാളികൾക്ക് നന്മ ചെയ്യാൻ കഴിയുന്ന പ്രവൃത്തി ഈ കസേരയിൽ ഇരുന്നു കൊണ്ട് എനിക്ക് ചെയ്യാൻ സാധിക്കണേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു എന്നാണ് സുരേഷ് ഗോപി ഇന്ന് പറഞ്ഞിരിക്കുന്നത്. അതേസമയം തുടർച്ചയായി സുരേഷ് ഗോപിയെ സ്തുതിക്കുന്ന മേയർ MK വർഗീസിന്റെ നടപടിയിൽ പരസ്യ എതിർപ്പുമായി CPI രംഗത്തുണ്ട്. ഇടതുപക്ഷം പിന്തുണയ്ക്കുന്ന ഒരു മേയറുടെ ഭാഗത്തു നിന്ന് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്ത അഭിപ്രായ പ്രകടനങ്ങളാണ് ഉണ്ടാകുന്നത്. ഇടതുപക്ഷത്തിന്റെ ആശയങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന മേയറാണെന്ന് അദ്ദേഹം ഇടയ്ക്കിടെ പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അദ്ദേഹം പദവി ഒഴിഞ്ഞ് ഇടതുപക്ഷത്തിന്റെ പുതിയ മേയറെ പിന്തുണയ്ക്കണം. തുടർച്ചയായി ഇത്തരം നിലപാട് സ്വീകരിക്കുന്ന മേയറെ സഹിച്ച് മുൻപോട്ട് പോകാനാകില്ലെന്നും CPI ജില്ലാ സെക്രട്ടറി അടക്കം അറിയിച്ചിരിക്കുന്നു.